കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി ആകെ തളർന്നിരിക്കുകയാണ്. സുധീഷ് ഇത്രയും കാലം തന്നോട് പറഞ്ഞതെല്ലാം വെറും പച്ചക്കള്ളമാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്കത് തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്വന്തം കുടുംബത്തെക്കുറിച്ചും സുഭാഷേട്ടനെ കുറിച്ചുമൊക്കെ ഇത്ര വലിയ നുണകൾ എന്തിനാണ് അയാൾ പറയുന്നത് എന്നോർത്ത് അവൾ ആകെ നീറിപ്പോകുകയായിരുന്നു. അപ്പോഴാണ് സുധീഷ് അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അയാളെ കണ്ടതോടുകൂടി തന്നെ നിധിക്ക് ദേഷ്യം ഇരിച്ചു കയറി. ഉള്ളിലെ സങ്കടവും കലിപ്പും എല്ലാം കൂടി പുറത്തു വന്നു. എനിക്ക് എവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയാൽ മതി, ഈ വീട്ടിലേക്ക് ഇനി കയറാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്നവൾ ആക്രോശിച്ചു. സുധീഷ് പതിവ് പോലെ തന്നെ എന്തൊക്കെയോ ന്യായീകരിക്കാൻ നോക്കി. എന്നാലും ഞാൻ നിങ്ങളിൽ നിന്നും ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, എന്നോട് ഇത്ര വലിയ ചതി നിങ്ങൾ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിധി സങ്കടപ്പെടുമ്പോൾ, ഞാൻ എന്ത് ചതിയാ നിന്നോട് ചെയ്തത്? നിധിയോട് ഞാൻ എല്ലാ സത്യങ്ങളും പറയണമെന്ന് എന്താ ഇത്ര നിർബന്ധമെന്ന് ചോദിക്കാണ് സുധീഷ്. അയാൾക്കാണെങ്കിൽ യാതൊരുവിധ കൂസലുമില്ലാത്തത് കണ്ടപ്പോൾ നിധിയുടെ നിയന്ത്രണം വിട്ടു. ഇത്രയും ദിവസം കൂടെ നിന്നിട്ട് ഒരു കാര്യത്തിനെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ എന്നും, ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞതും ഇന്റർവ്യൂവിന് കൊണ്ടുപോയതൊക്കെ വെറും തട്ടിപ്പായിരുന്നില്ലേ എന്നും അവൾ ചോദിച്ചു. ഒടുവിൽ അവൾ ആ വലിയ സത്യം തന്നെ സുധീഷിന്റെ മുഖത്തു നോക്കി ചോദിച്ചു. നിങ്ങളുടെ അച്ഛൻ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയതാണ് എന്ന കാര്യം എന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? അത് കേട്ടതോടുകൂടി തന്നെ സുധീഷ് ഒരു നിമിഷം അങ്ങ് ഞെട്ടിപ്പോയി. നിന്നോട് ധാരാ പറഞ്ഞേന്ന് അയാൾ വിക്കി വിക്കി ചോദിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ അതൊക്കെ നാട്ടുകാരും ബന്ധുക്കാരും പറയുന്ന വെറും കള്ളക്കഥകളാണെന്നും തനിക്കതിൽ താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷേ നിധി വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. ഇനി മേലാൽ എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരരുത് എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ അപ്പോൾ സുധീഷ് തന്റെ തനി നിറം പുറത്തെടുത്തു. ഞാനെന്തിനാ നിധി എന്റെ കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നത്? നമ്മൾ തമ്മിൽ അതിനുള്ള എന്ത് ബന്ധമാണുള്ളത്? നിധി എന്റെ ഭാര്യയാണോ എന്ന അയാളുടെ ആ ഒരു ഒറ്റ ചോദ്യം നിധിയെ തളർത്തിക്കളഞ്ഞു. ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം കെട്ടിയ ഈ ഒരു താലിക്ക് എന്ത് വിലയാണുള്ളത് എന്നും, ഇഷ്ടപ്പെട്ട് കെട്ടിയതാണെങ്കിൽ തനിക്ക് സത്യം പറയാമായിരുന്നു എന്നും അയാൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു രാത്രി ഇറങ്ങി വന്നവളല്ലേ എന്നും, എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി കഴുത്തു നീട്ടിയതല്ലേ എന്നും പറഞ്ഞ് സുധീഷ് അവളെ വല്ലാതങ്ങ് ടോർച്ചർ ചെയ്തു. സഹികെട്ട നിധി ദേഷ്യം വന്ന് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് അലറി വിളിച്ചു. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്റെ കാര്യത്തിൽ ഇനി ഞാൻ തന്നെ തീരുമാനമെടുത്തോളാമെന്നും അവൾ തീർത്തു പറഞ്ഞു. അപ്പോഴാണ് നികേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. നിധിയെ കണ്ട ആശ്വാസത്തിൽ അവൻ ഓടിച്ചെന്നുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അടുത്തു. വീട്ടിലെല്ലാവരും ടെൻഷനിലാണ് ചേച്ചി, നമുക്ക് വീട്ടിലേക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ നിധിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും മാറിപ്പോയി. സുധീഷിനപ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയായിരുന്നു. അവളെ വന്ന് കൺവിൻസ് ചെയ്യാമെന്ന് കരുതിയിട്ട് നടന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അയാൾ അവിടെ അങ്ങ് നിന്നു. അപ്പുറത്ത് വീട്ടിൽ സുഭാഷേട്ടൻ വല്ലാത്ത ആദിയിലായിരുന്നു. നിധി ഇതുവരെ വരാത്തതിന്റെ ടെൻഷൻ അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ഹരീഷ് അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? സുധീഷിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നിധിയേട്ടത്തി ഒരുപക്ഷെ അവരുടെ പാട്ടിന് പോയിട്ടുണ്ടാവും. സുഭാഷേട്ടന് മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് അറിയുള്ളൂ. ഹരീഷ് കരുതിയിരിക്കുന്നത് അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെന്നാണ്. സുഭാഷിന്റെ നിധിയെ അത്രക്കധികം ഇഷ്ടമാണ്. ആ വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടിയല്ലേ അവള്. ആ സമയത്താണ് സുധീഷ് ബൈക്കിൽ വന്ന് അവിടെ ഇറങ്ങുന്നത്. എടാ നിധി എന്തെന്ന് സുഭാഷിന്റെ ചോദ്യത്തിന് അവൾ വന്നില്ല എന്ന് ദേഷ്യത്തോടു കൂടി തന്നെ സുധീഷ് മറുപടി നൽകി. അത് കേട്ട ഹരീഷിനും അങ്ങ് ദേഷ്യം വന്നു. നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ? ഇല്ലാത്ത കഥകളൊക്കെ എന്തിനാ നീ അവളോട് പറഞ്ഞു കൊടുത്തത് എന്ന് ഹരീഷ് ചോദിച്ച് സുധീഷിനങ്ങ് ചൊടിപ്പിച്ചു. അങ്ങനെ രണ്ടുപേരും ഒടുവിൽ അടിയായി. സുഭാഷേട്ടൻ ഇടയിൽ കയറി തടയാൻ നോക്കിയെങ്കിലും സുധീഷ് ഹരീഷിനെ അടിക്കാൻ കയ്യോങ്ങിയത് സുഭാഷിന്റെ കർണത്തേക്കാണ് കൊണ്ടത്. ഒരു നിമിഷം ആ വീടങ്ങ് നിശബ്ദമായി. കാരണം സുധീഷ് സുഭാഷേട്ടനെ അടിച്ചിരിക്കുന്നു. തന്റെ ഏട്ടനെ താൻ അടിച്ചല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ സുധീഷ് ആകെ തകർന്നു പോയി. ഹരീഷ് സുധീഷിനെ തല്ലാൻ തുടങ്ങിയതും സുഭാഷ് അവനെ തടഞ്ഞു. ഒന്നും മിണ്ടാതെ തന്നെ അദ്ദേഹം പുറത്തേക്ക് നടന്നു. ആ സമയത്താണ് നിധിയും നികേഷും വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ നടന്നതൊക്കെ അവർ കണ്ട് ആകെ മരവിച്ച് നിൽക്കുകയാണ്. നികേഷ് ഓടി വന്ന് സുഭാഷേട്ടന്റെ അടുത്തേക്കെത്തി കാര്യങ്ങൾ തിരക്കി. പക്ഷേ സുഭാഷ് അത് വെറും ഒരു അബദ്ധമായി തന്നെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് നിധിയെ കണ്ട ആശ്വാസത്തിൽ അവളെ ചേർത്ത് പിടിച്ചു. ഇനി ഇങ്ങനെ എങ്ങോട്ടേക്കും പോവരുത് മോളെ. ഞങ്ങൾ എല്ലാവരും എത്രമാത്രം പേടിച്ചു എന്നറിയോ? ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പേടിയായിരുന്നു എന്ന് സുഭാഷേട്ടൻ പറയുമ്പോൾ നിധിയുടെ കണ്ണ് നിറഞ്ഞു. താൻ കാരണമാണല്ലോ ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് അവൾക്ക് തോന്നി. സുധീഷ് ആവട്ടെ ഈ സമയത്ത് പുറത്തുനിന്ന് സ്വന്തം കവിളിൽ തന്നെ അടിച്ചങ്ങനെ കരയുകയായിരുന്നു. നിധി ഇത് കാണുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞ് സുഭാഷ് നികേഷിന് ആഹാരം വിളമ്പിക്കൊടുത്തു. അത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും തന്റെ അനുജന്മാരോടും ആ സ്നേഹം കണ്ടപ്പോൾ നിധിയുടെയും നികേഷിന്റെയും മനസ്സ് നിറഞ്ഞു. ചേച്ചി, എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ എന്നും ഇട്ടിട്ട് പോവരുത് ചേച്ചി. ചേച്ചി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ തകർന്നു പോകുമെന്നൊക്കെ പറയാണ് നികേഷ്. അവസാനം നിധി സുഭാഷിനോടൊരു കാര്യം ചോദിച്ചു. സുഭാഷേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? സുഭാഷേട്ടന്റെ അച്ഛൻ അമ്മയെ കൊന്നിട്ട് ജയിലിലേക്ക് പോയതാണോ എന്നങ്ങ് തുറന്നു ചോദിക്കാണ് നിധി. എന്നാൽ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടെ തന്നെ സുഭാഷ് വല്ലാതെ ഞെട്ടലോടുകൂടെ തന്നെ നിധിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
നിധിയിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും തന്നെ സുഭാഷ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടുകൂടി തന്നെ നിധിയുടെ ആ ഒരു ചോദ്യം കേട്ടിട്ട് ഞെട്ടലോടെ നോക്കി നിൽക്കായിരിക്കട്ടെ സുഭാഷ്. നിധി ചോദിച്ച ആ ഒരു ചോദ്യം കേട്ടതും സുഭാഷേട്ടൻ ഒരു നിമിഷം അങ്ങ് തറഞ്ഞു നിന്നുപോയി. അയാളുടെ കണ്ണുകളിൽ മിന്നി മറഞ്ഞത് വർഷങ്ങൾക്കിപ്പുറവും ഉണങ്ങാത്ത ഒരു വലിയ മുറിവായിരുന്നു. തൊണ്ട ഇടറിക്കൊണ്ട് തന്നെ സുഭാഷേട്ടൻ പതിയെ പറഞ്ഞു, അതേ നിധി, അത് സത്യം തന്നെയാണ്. പക്ഷേ നാട്ടുകാരും നിന്റെ ഈ സുധീഷും പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ആ വാക്കുകൾ കേട്ടതും പുറത്തു മറഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്ന സുധീഷ് വല്ലാത്ത വെപ്രാളത്തോടു കൂടെ തന്നെ അകത്തേക്ക് വന്നു. ഏട്ടാ വേണ്ട, അതൊന്നും ഇപ്പോ പറയണ്ട എന്ന് പറഞ്ഞ് സുധീഷ് അവനെ തടയാൻ നോക്കിയെങ്കിലും സുഭാഷ് ഇത്തവണ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. തന്റെ അനുജൻ നുണകൾക്ക് മേൽ നുണകൾ കെട്ടിപ്പൊക്കി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് അയാൾക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. സുഭാഷേട്ടൻ തുടർന്നു, ഞങ്ങളുടെ അച്ഛൻ ഒരു ക്രിമിനലൊന്നും ആയിരുന്നില്ല നിധി. അച്ഛൻ ഒരു പാവമായിരുന്നു. കൊടിയ ദാരിദ്ര്യത്തിൽ അമ്മക്ക് മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടായ ഒരു നിമിഷത്തെ ആത്മസംഘർഷമായിരുന്നു അത്. അമ്മയെ ഉപദ്രവിക്കാനല്ല, മറിച്ച് വേദനകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ എടുത്ത ഒരു വിഡ്ഢിത്തം ഈ കുടുംബത്തെ അനാഥമാക്കി. അച്ഛൻ ഒരിക്കലും അമ്മയെ കൊന്നതല്ല. നാട്ടുകാരെല്ലാവരും ആ ഒരു ചികിത്സയെ അത് തെറ്റിദ്ധരിച്ചു. അങ്ങനെ പോലീസ് കേസായി. അച്ഛൻ അമ്മയെ കൊന്നു എന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് പോലീസുകാർ അച്ഛനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അച്ഛൻ ജയിലിലായ കാര്യങ്ങളൊക്കെ പറയാണ് സുധീഷ്. അച്ഛനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അച്ഛൻ ജയിലിലായി എന്ന കാര്യങ്ങളൊക്കെ പറയാണ് സുഭാഷ്. പക്ഷേ സുധീഷിന് അത് എന്നും ഒരു നാണക്കേടായിരുന്നു. ആ സത്യം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിനക്ക് ചുറ്റും ഒരു കള്ളക്കഥ മെനഞ്ഞത്. സുഭാഷേട്ടൻ ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും സുധീഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നിലത്തിരുന്നു പോയി. എനിക്ക് ഭയമായിരുന്നു നിധി ഈ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ. ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ള എന്നെ നീ അംഗീകരിക്കില്ലെന്ന് ഞാൻ ഭയന്നു. ആ ഭയമാണ് എന്നെ കൊണ്ട് ഓരോരോ കള്ളങ്ങൾ നിന്നോട് പറയിപ്പിച്ചത്. നിന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു പാപം ചെയ്തത് എന്ന് കരഞ്ഞുകൊണ്ട് പറയാട്ടോ സുധീഷ്. നിധിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ദേഷ്യമാണോ അതോ സഹതാപമാണോ തോന്നേണ്ടതെന്നും അവൾക്ക് നിശ്ചയമില്ല. അന്നേരം നികേഷും ഹരീഷും അങ്ങോട്ടേക്ക് വന്നു. ഹരീഷ് പതിവില്ലാതെ ഗൗരവത്തോടെ പറഞ്ഞു, സുധീഷെ, സത്യം ഇപ്പോഴും കയ്പുള്ളതായിരിക്കും. പക്ഷേ അത് നുണകളേക്കാൾ നല്ലതാണ്. നിന്റെ ഈ വഞ്ചന കാരണം ഈ വീടിന്റെ സമാധാനമാണ് പോയത്. നിധി പതിയെ സുഭാഷേട്ടന്റെ അടുത്തേക്ക് നടന്നു. സുഭാഷേട്ട, എനിക്ക് സത്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. നിങ്ങളോട് എനിക്കും എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ സുധീഷിനെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നവൾ ചോദിച്ചപ്പോൾ അവിടെ വലിയ മൗനം തന്നെ പടർന്നു. സുധീഷ് പതിയെ എഴുന്നേറ്റ് വന്ന് നിധിയുടെ കൈകൾ പിടിച്ചു. ഒരൊറ്റ അവസരം കൂടി എനിക്ക് തരണം നിധി. ഇനി എന്റെ ജീവിതത്തിൽ നിനക്ക് മുന്നിൽ ഒരു നുണ പോലും ഞാൻ പറയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ എനിക്ക് നീ എന്റെ കൂടെ വേണമെന്ന് അയാൾ അപേക്ഷിച്ചു. നിധി സുധീഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ വഞ്ചനയല്ല, മറിച്ച് താൻ സ്നേഹിക്കുന്നവളെ നഷ്ടപ്പെടുമോ എന്നൊരു വലിയ പേടിയായിരുന്നു അവൾ കണ്ടത്. കുറച്ചു സമയം ആലോചിച്ചതിനു ശേഷം അവൾ പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം വേണം. ഒരു രാത്രി കൊണ്ട് എല്ലാം മറക്കാനൊന്നും എനിക്ക് കഴിയില്ല സുധീഷേ. പക്ഷേ സുഭാഷേട്ടനും നികേഷും തരുന്ന ഈ ഒരു സ്നേഹത്തിന് വേണ്ടി ഈ വീടിന്റെ വിളക്കായി ഇവിടെ നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടം വിട്ട് എനിക്ക് മറ്റെങ്ങോട്ടേക്കും പോവാനും വഴിയില്ലല്ലോ. സുധീഷിനോട് ഞാൻ ഇപ്പോഴും മാപ്പാക്കിയിട്ടില്ല. അതിനി അയാൾ ഇനിയുള്ള പ്രവൃത്തികളിലൂടെ തന്നെ നേടിയെടുക്കണം. നിധിയുടെ ആ ഒരു തീരുമാനം കേട്ടപ്പോൾ സുഭാഷിന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. അയാൾ നികേഷിനോട് പറഞ്ഞു, എടാ പോയി എല്ലാവർക്കും ആഹാരം എടുക്ക്. ഇന്ന് ഏതായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് തന്നെ കഴിക്കാമെന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ആ വീട്ടിൽ പെയ്തിറങ്ങിയത് പഴയ നോവുകളെ കഴുകിക്കളയുന്ന ഒരു മഴയായിരുന്നു. കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിയ ആ കിളിക്കൂട് തകരാതെ തന്നെ സത്യത്തിന്റെ ഉറപ്പിൽ ഒന്നുകൂടി ദൃഢമാവുകയായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.